സ്വാഭാവികൾ ഇവർക്ക് സ്വസ്ഥമായൊരു കുടുംബജീവിതം പുലർത്തുവാൻ കഴിയാതെ വരും. ഇവരുടെ ഭർത്താക്കന്മാർ പല പരിവർത്തനങ്ങൾക്ക് വിധേയരാകുമെന്നുള്ളതുകൊണ്ട് ഭാര്യമാർ നിശങ്ക വെച്ച് പുലർത്തുന്നവരായ കൊണ്ടുമുള്ള ദുരനുഭവങ്ങൾ ഇവർ പാത്രീഭവിക്കുന്നു. കൂടെയുള്ള കുടുംബകലഹങ്ങളോ ഭർത്തൃവിയോഗമോ ഇവർ നേരിടുന്നു കാണപ്പെടും. പൂയനാളുകാരിയ സ്ത്രീകൾക്ക് ശ്വാസകോശസംബന്ധമായ അസുഖങ്ങൾ കൂടെ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കും. വിവാഹമൊഴിച്ചുള്ള മംഗളകർമ്മങ്ങൾക്ക് നക്ഷത്രങ്ങൾക്കുള്ള പൂയ നക്ഷത്രത്തിന് ദശാതൻ ശനിയാകിയാൽ ജനനം ശിന്തശി സാമാന്യന 10 വരെ. ശേഷം ബുധൻ 17 വർഷം, 7 വർഷം കേതു, 20 വർഷം ശുക്രദശ, 6 വർഷം ആദിത്യൻ, 10 വർഷം ചന്ദ്രൻ, ഇങ്ങനെ ദശാകാലം. അടുത്തതായി നമ്മൾ പറയുന്നത് പൂയ നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. കേതു, സൂര്യൻ, ചൊവ്വ എന്നീ ദശാകാലം ഇവർ വിധിപ്രകാരം പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പൂയമൻ ഉത്രട്ടാദി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം പുണ്യകർമ്മങ്ങൾക്കും ഉത്തമം. ശനിയെ പ്രീതിപ്പെടുന്ന കർമ്മങ്ങൾ ഇവർ നിത്യവും അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. പൂയവും ശനിയാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങൾ സവിശേഷ പ്രാധാന്യത്തോടെ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഈ ദിവസം ശനീശ്വര പൂജ, ക്ഷേത്ര ദർശനം, വ്രതാനുഷ്ഠാനം, നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക. രാശിയാധിപനെ ചന്ദ്രനെ പ്രീതിപ്പെടുന്ന കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കേണ്ടതാണ്. പൗർണമി നാൾ തോറും, പ്രത്യേകിച്ച് മകരത്തിലെ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്ന ഐശ്വര്യപ്രദമായിരിക്കും. ശനിപ്രീതികരമായ കറുത്ത നീലമായ വസ്ത്രങ്ങൾ, ചന്ദ്രപ്രീതി വെളുത്ത വസ്ത്രം എന്നിവ അനുകൂലമാണ്. ശനിയാഴ്ചകൾ ഇവർ അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും ഐശ്വര്യപ്രദമാണ്. പൂയ നക്ഷത്രം ദേവത ബൃഹസ്പതിയാണ്. താഴെപ്പുറം മന്ത്രം ദൈവത്തിന് ഉത്തമം. ഓം ബൃഹസ്പതി അതിയധ്യരോ അർഹാദ ധൂമാദിഭാതി ഋജുമഞ്ജുനേഷ യജ്ഞാദിശ്ചവസ ഋതുപ്രജാം പ്രഥമാസുദേഹി ചിത്രം. ഓം ബൃഹസ്പതി എന്നാണ്. നക്ഷത്രം മൃഗം ആട്, വൃക്ഷം അരയാൽ.